റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ചിക്കൻ 65ൻ്റെ റെസിപ്പിയാണ്. നമുക്ക് എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ 65 ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി 1 കിലോ ചിക്കനിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ 2 പച്ചമുളകും കുറച്ച് വലിയ ജീരകവും കൂടെ ചേർത്ത് നന്നായി അരച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ചിക്കനിൽ ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. സാധാരണ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് നന്നായി മസാലകളെല്ലാം ചിക്കനിൽ പിടിക്കുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് തൈരാണ്. 1 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ്. 1 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ചിക്കനിൽ നന്നായി തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 2-3 മണിക്കൂർ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടി വരികയുള്ളൂ. അപ്പോൾ ഞാനിവിടെ 1 മണിക്കൂറിന് ശേഷമാണ് പൊരിച്ചെടുത്തത്. എനിക്ക് അതിനുള്ള സമയമേ കിട്ടിയുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ സമയം കിട്ടുകയാണെങ്കിൽ അത്രയും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. മസാലകളെല്ലാം ചിക്കനിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് ചിക്കൻ അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ചിക്കൻ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കൻ ഇട്ടതിന് ശേഷം തിരിച്ചും മറിച്ചും പെട്ടെന്ന് തന്നെ മറിക്കേണ്ട കാര്യമില്ല. ഒരു 2 മിനിറ്റ് ഒരു ഭാഗം മൊരിഞ്ഞതിന് ശേഷം അത് തിരിച്ചിട്ട് കൊടുക്കാം. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് അതിൻ്റെ മസാലകൾ കളയേണ്ട കാര്യമില്ല. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി കുറച്ച് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും വേണമെങ്കിൽ 1-2 പച്ചമുളക് കീറിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പുറത്ത് ക്രിസ്പിയും അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് വേറൊരു പാനിലോട്ട് മാറ്റാം. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ചിക്കനെല്ലാം ഇതുപോലെ പൊരിച്ചെടുക്കാം. തട്ടുകടയിലും റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ആ ഒരു ചിക്കൻ 65ൻ്റെ അതേ സ്റ്റൈൽ തന്നെയാണ് പൊരിച്ചെടുത്തിട്ടുള്ളത്. അതിൻ്റെ കളറൊന്നും ഞാൻ ചേർത്തിട്ടില്ല, എന്നാലും നല്ലൊരു കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്താൽ തന്നെ നമുക്ക് ആ ഒരു കളർ ചേർക്കാതെ തന്നെ ചിക്കനിൽ നല്ലൊരു കളറ് കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ്.